കോഴിക്കോട് പശുക്കടവിൽ സ്ത്രീ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പശുക്കടവ് സ്വദേശികളായ നിവിൻ വർഗീസ്, ജിൽ സൗസേബ് എന്നിവരാണ് അറസ്റ്റിലായത്. അഭിനയുണ്ട് നമ്മളോടൊപ്പം. അഭിന, ഇപ്പോൾ 2 പേര് കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഈ കേസുമായി സംബന്ധിച്ച നേരത്തെ ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീപാണ് ഇത്തരത്തിലൊരു കെണി വെച്ചത് എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ മുതൽ 10 പേരെ ആയിരുന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ 6 പേരെ വിട്ടയക്കുകയും പിന്നീട് 2 പേര് മാത്രമായി ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ദിലീപ്. തുടർന്ന് ദിലീപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിന് സഹായികളായി 2 പേരുണ്ടായിരുന്നു. ദിലീപിന്റെ സുഹൃത്തുക്കളായ പശുക്കടവ് സ്വദേശി അറക്കപ്പറമ്പിൽ നിവിൻ വർഗീസ്, ജിൽസ് ഔസേപ്പ് എന്നീ 2 പേരെയാണ് വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയിരിക്കുകയാണ്. ഈ 3 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ ദിലീപിന് ഇലക്ട്രിക് കെണി ഒരുക്കാൻ സഹായിച്ചവരാണ് ഈ പിടിയിലായ നിവിൻ വർഗീസും ജിൽസ് ഔസേപ്പും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവർ 2 പേരെയും ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം തന്നെ മരുതോങ്കര പഞ്ചായത്തിൽ നടന്നു വരികയായിരുന്നു. CPM-ന്റെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതൊരു ജനകീയ കമ്മിറ്റി ഏറ്റെടുക്കുകയും ഇത്തരത്തിൽ ജനകീയ കമ്മിറ്റിയിൽ ഒരു നടപടി തന്നെ അവസാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബോബിയുടെ കുടുംബത്തിന് കോഴിക്കോട് പശുക്കടവിൽ സ്ത്രീ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. പശുക്കടവ് സ്വദേശികളായ നിവിൻ വർഗീസ്, ജിൽസ് ഔസേപ്പ് എന്നിവരാണ് അറസ്റ്റിലായത്. അഭിന പി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളുമായി പ്രസാദ് കാളിദാസൻ ചേരും.